നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മക്കൾ മുഖാന്തരം അനുഭവത്തിൽ വന്ന് ചേരുവാനിടയുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് കർമ്മ പദ്ധതികൾക്ക് മാറ്റം വരുത്തുവാൻ തയ്യാറാകുവാനും ഒരുപക്ഷെ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനിടയുണ്ട്. തന്മൂലം പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുവാനോ അഥവാ വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ഉദര പ്രമേഹ രോഗപീഠകൾ വർദ്ധിക്കും. മറ്റു ചിലർക്ക് ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ഏതൊരു കാര്യവും വളരെ സൂക്ഷ്മമായിട്ട് മനസ്സ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി അബദ്ധങ്ങളെ അതിജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സന്ധി സംഭാഷണത്തിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. അഥവാ ബൃഹത് പദ്ധതികളുടെ ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കുവാനും വരുന്ന 2-3 മാസത്തിൻ്റെ ഉള്ളിൽ അതിനൊരു ഫലം കണ്ടു തുടങ്ങുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പലപ്പോഴും കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ വരുന്ന ഡിസംബർ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കുവാനും വേണ്ടതായ ഏർപ്പാടുകൾ ചെയ്യുവാനും ഇടയുണ്ട്. മാതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കുമെങ്കിലും ബന്ധുമിത്രാദികളുടെ സമീപനത്താൽ ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. അന്തിമ നിമിഷത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ മക്കൾക്ക് പ്രവേശനം ലഭിക്കുന്നത് വഴി സമാധാനം ഉണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരതാമസ അനുമതി ലഭിക്കുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.